റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയുടെ വടക്കൻ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് ഒരു പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. കിഴക്കൻ സ്കോട്ട്ലൻഡിലെയും വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും ചില ഭാഗങ്ങളിൽ രാത്രിയിൽ താപനില 0 താഴെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയുന്നു. കഴിഞ്ഞ ദിവസം 8 മണി മുതൽ തിങ്കളാഴ്ച 10 മണി വരെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. രാജ്യത്തുടനീളം തെക്കൻ ഭാഗത്തേക്ക് മഞ്ഞുമൂടി ആർട്ടിക് വായു വ്യാപിച്ചതിനാൽ വാരാന്ത്യത്തിൽ നിരവധി മഞ്ഞുവീഴ്ചയും ഐസ് മുന്നറിയിപ്പുകളും നിലവിലുണ്ടായിരുന്നു. അതേസമയം ഇംഗ്ലണ്ടിലുടനീളം പരിസ്ഥിതി ഏജൻസി ഡസൻ കണക്കിന് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ സംസ്കരിക്കാത്ത പ്രതലങ്ങളിൽ കറുത്ത ഐസ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പിൽ പറയുന്നു. വടക്കൻ മേഖലയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പലർക്കും തണുപ്പുള്ള രാത്രിയായിരിക്കുമെന്നും പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ തുടർച്ചയായ മഴയും കുന്നിൻ പ്രദേശങ്ങളിലെ മഞ്ഞുവീഴ്ചയും മൂലം വൈകുന്നേരവും രാത്രിയിലും പടിഞ്ഞാറ് നിന്ന് ആകാശം തെളിഞ്ഞു നിൽക്കുന്നതിനാൽ താപനില 0 താഴെയായിരുന്നു. ഇത് സംസ്കരിക്കാത്ത പ്രതലങ്ങളിൽ ഐസ് രൂപപ്പെടാൻ കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ദീർഘനാളത്തെ മഴയെ തുടർന്ന് ഇംഗ്ലണ്ടിലുടനീളം പരിസ്ഥിതി ഏജൻസി 195 പരം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്ക് മിഡ്ലാൻഡിലും ഇവ തെക്ക് മിഡ്ലാൻഡിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇംഗ്ലണ്ടിലെ പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളും വൈകല്യങ്ങളുമുള്ള കുട്ടികൾക്കുള്ള നിർണായകവും എന്നാൽ സങ്കീർണവുമായ പിന്തുണാ സംവിധാനം പുനഃപരിശോധിക്കാനുള്ള പദ്ധതിക്ക് അടുത്ത ഏതാനും ആഴ്ചകളിൽ സർക്കാർ രൂപം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അത് വിവാദപരമായേക്കാമെന്നും ഗവൺമെന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സെന്റ് സംവിധാനം അത്യന്താപേക്ഷിതമാണ്. മിക്കവാറും എല്ലാ എംപിമാരും ഇത് അവരുടെ ഇൻബോക്സുകളിൽ പതിവായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമാണെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. കഴിഞ്ഞ മാസം ഹൗസ് ഓഫ് കോമൺസിൽ മറ്റേതൊരു വിഷയത്തെക്കാളും കൂടുതൽ സെന്റ് വിഷയം തന്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയും സമ്മതിക്കുന്നു. വികാരങ്ങളുടെ ശക്തി കണക്കിലെടുക്കുമ്പോൾ ശൈത്യകാല ഇന്ധന പേയ്മെന്റുകൾ, ക്ഷേമം തുടങ്ങിയ പൊതുജനങ്ങളുടെ ആശങ്കാജനകമായ വിഷയങ്ങളിൽ മുൻകാല തെറ്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചില ലേബർ എംപിമാർ സർക്കാർ പദ്ധതികളെക്കുറിച്ച് അസ്വസ്ഥരാണെന്നതിനാൽ അതിശയിക്കാനില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രിയുടെ അധികാരത്തെയും വിധിന്യായത്തെയും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലെ ചിലർ സമീപ ദിവസങ്ങളിൽ പരസ്യമായി ചോദ്യം ചെയ്യുന്നതിനാൽ സർക്കാരിന് ഈ അവകാശം ലഭിക്കുന്നത് കൂടുതൽ നിർണായകമാണെന്ന് പറയുന്നു. സെന്റ് പരിഷ്കരണം സാധ്യതയുള്ള അപകടങ്ങൾ നിറഞ്ഞ ഒരു പ്രശ്നമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഈ വിഷയത്തിൽ മാതാപിതാക്കളും സർക്കാരും തമ്മിൽ വലിയ വിശ്വാസക്കുറവ് നിലനിൽക്കുന്നു എന്താണ് പ്രശ്നമെന്നും ഒരു ലേബർ ബാക്ക് ബെഞ്ചർ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കേരളത്തിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന് 1,14,720 രൂപയാണ് വില. 960 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗ്രാമിന് 120 രൂപ കുറഞ്ഞ് 14,340 രൂപയായി. ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 1.23 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കാമെന്നും പറയുന്നു. സംസ്ഥാനത്തെ ജയിലിലെ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. വേതന വർധനവിൽ സുപ്രീം കോടതി ഇടപെടൽ തേടിയാണ് ഹർജി. അഭിഭാഷകൻ അജീഷ് കളത്തിൽ ഗോപിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. വേതന വർധനവിൽ ഹൈക്കോടതി ഇടപെടാൻ വിസമ്മതിച്ചിരുന്നു. വേതന വർധന സർക്കാരിന്റെ നിയമപരമായ തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി അന്ന് തള്ളിയത്. സ്കിൽഡ് ജോലിയിൽ 620 രൂപ, സെമി സ്കിൽഡിൽ 560 രൂപ, അൺസ്കിൽഡിൽ 530 രൂപ എന്നിങ്ങനെയാണ് തടവുകാരുടെ വേതനം സർക്കാർ വർദ്ധിപ്പിച്ചത്. വേതന വർധന കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്നും ജയിൽ അന്തേവാസികളുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നിർണായക നടപടിയാണെന്നും നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ജയിൽ തൊഴിലിനുള്ളതല്ല, മറിച്ച് ശിക്ഷ അനുഭവിക്കാനുള്ള ഇടമെന്നാണ് ഹർജിക്കാരൻ ഉയർത്തുന്ന പ്രധാന വാദം. ഇനി സ്പോർട്സ് വാർത്തകൾ. ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനുമേലുള്ള ഇന്ത്യയുടെ സർവാധിപത്യം കാലാതീതമായി തുടരുക തന്നെ ചെയ്യും. ആദ്യം അടിച്ചൊതുക്കിയും പിന്നാലെ എറിഞ്ഞൊതുക്കിയും ടീം ഇന്ത്യ കത്തിക്കയറിയ 2020 ലോകകപ്പ് മത്സരത്തിൽ കാഴ്ചക്കാരുടെ റോൾ മാത്രമായിരുന്നു പാകിസ്ഥാന്. 61 റൺസ് ജയത്തോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ സൂപ്പർ 8 റൗണ്ടിൽ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു. സ്കോർ: ഇന്ത്യ 20 ഓവറിൽ 7-ന് 175, പാകിസ്ഥാൻ 18 ഓവറിൽ 114-ന് ഓൾ ഔട്ട്. തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യക്ക് ശക്തമായ അടിത്തറ ഒരുക്കിയ ഇഷാൻ കിഷനാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണ് ഇന്നലെ കൊളംബോയിൽ പിറന്നത്. 18-ന് അഹമ്മദാബാദിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലൻഡ്സാണ് ഇന്ത്യയുടെ എതിരാളി. 176 റൺസ് പിന്തുടരാൻ ഇറങ്ങിയ പാകിസ്ഥാന് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ ഷാഹിബ് സദ ഫഹാനെ നഷ്ടമായി. വിക്കറ്റ് മേഡനായ ആദ്യ ഓവറിന് പിന്നാലെ രണ്ടാം ഓവറിൽ ഷെയ്ം അയൂബ്, സൽമാൻ ആഘ എന്നിവരെ പുറത്താക്കിയ ജസ്പ്രീത് ബുംറ മത്സരത്തിൽ ഇന്ത്യൻ ആധിപത്യം ഉറപ്പിച്ചു. 3-13 എന്ന സ്കോറിലേക്ക് വീണ പാകിസ്ഥാന് പിന്നീടൊരു തിരിച്ചുവരവ് ഉണ്ടായില്ല. ബാബർ അസമിനെ അക്ഷർ പട്ടേൽ മടക്കിയതോടെ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 4-38 എന്ന നിലയിലായി പാകിസ്ഥാൻ. 5-ാം വിക്കറ്റിൽ 39 റൺസ് കൂട്ടിച്ചേർത്ത ഉസ്മാൻ ഖാൻ, ഷഡാബ് ഖാൻ സഖ്യമാണ് അവരെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. ഇരുവരും പുറത്തായതോടെ പാക് ഇന്നിംഗ്സ് തോൽവിയിലേക്ക് കൂപ്പുകുത്തി. ഇന്ത്യയ്ക്കായി ബുംറ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ഹാർദിക് പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയും ചെയ്തു. ഇനി പൗണ്ട് വിനിമയ നിരക്ക്. 123.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി,
നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.